ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവൻ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ കുറച്ചു നേരം ആലോചിച്ച് നിന്നിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുന്നുണ്ട് വൈജയന്തി. എല്ലാം അറിയുന്ന മുത്തശ്ശിയും വൈജയന്തിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അന്നേരം വൈജ ചോദിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് അമ്മ ഈ പറയുന്നത്? ആ പിഴച്ചു പ്രസവിച്ചവളുടെ മുമ്പിൽ ഞാൻ തോറ്റുകൊടുക്കണോ? അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല എന്നൊക്കെ പറയുമ്പോൾ, നീയാണ് തെറ്റുകാരി, നീ തെറ്റു മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ വൈജയന്തിക്ക്. പിന്നീട് കാണിക്കുന്നത് രോഹിത്തും അലീനയും കൂടി ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ ബബിത അമ്മ കൂടും കുടുക്കയും ഒക്കെ എടുത്ത് കൊല്ലപ്പള്ളിയിലേക്ക് പോയി എന്ന് പറയുന്നതാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന്. എന്തായാലും എല്ലാവരും കൂടി അവിടെ ചെല്ലുന്നുണ്ട്. അലീനയെ കാണുന്നതേ ദേഷ്യമാണ് വൈജയന്തിക്ക്. മക്കളെല്ലാവരും തിരിച്ചു വിളിക്കുമ്പോൾ വൈജയന്തി പറയുന്നത്, ഞാനിനി വരണമെങ്കിൽ ബാലചന്ദ്രൻ ഇവിടെ വന്ന് വിളിക്കണം, വെറുതെ വന്ന് വിളിച്ചാൽ പോരാ, ആ പിഴച്ചു പ്രസവിച്ചവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് വേണം എന്നെ വന്ന് വിളിക്കാൻ എന്ന് വാശി പിടിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആകെ വിഷമമാകുന്നുണ്ട് അലീനയ്ക്ക്. ഉടനെ മനു പറയുന്നുണ്ട്, നടന്നത് തന്നെ, അലീനയെ ഇറക്കി വിട്ടിട്ട് ആൻറ്റിയെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോകില്ല, അങ്കിളിനെ അറിയില്ലേ ആൻറ്റിക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. കൃഷ്ണമോളും പറയുന്നു, അത് നടക്കില്ല അമ്മേ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നു, നിങ്ങൾ ചെല്ലാൻ നോക്ക്, ആൻറ്റിയൊന്നും വരാൻ പോകുന്നില്ല, ആൻറ്റിയുടെ വാശി തന്നെ ജയിക്കട്ടെ എന്ന് പറയുന്നു. ഇതൊന്നും വൈജയന്തിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.